നമസ്കാരം. പുതിയ ആണവ കരാറിന് ടെഹ്റാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടിയെടുക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി US-ഉമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാൻ തക്ക പാകത്തിന് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം സജ്ജമാക്കിയിരിക്കുകയാണ്. വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലാണ് ഈ മിസൈലുകൾ വിന്യസിച്ചിരിക്കുന്നത്. അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണമുണ്ടാകും. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും ഇത്. ഇറാനെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി ഇങ്ങനെയായിരുന്നു. ഇതിന് പ്രതികരണമായി ഇറാൻ പറഞ്ഞത് തങ്ങളുടെ ഭൂഗർഭ മിസൈൽ നഗരങ്ങളിലെ എല്ലാ ലോഞ്ചറുകളും ലോഡ് ചെയ്തിട്ടുണ്ടെന്നും മേഖലയിലെ US-ന്റെ എല്ലാ സൈനിക ആസ്തികളും നശിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണമായിരിക്കും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ്. നേരത്തെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വാഷിംഗ്ടണുമായി നേരിട്ടുള്ള ചർച്ചകൾക്കുള്ള സാധ്യത തള്ളിക്കളഞ്ഞിരുന്നു. 2015 ആണവ കരാറിൽ നിന്ന് 2018 അമേരിക്ക പിന്മാറുന്നത്. വീണ്ടും ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ ട്രംപ് പുതിയ കരാറിനായി ടെഹ്റാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണ്. അതേസമയം UN ആണവ നിരീക്ഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെന്നാണ്. ഇത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേൽ സമ്മർദ്ദം ഉയർത്തുകയാണ്. അമേരിക്കയുമായി നേരിട്ട് ചർച്ചകൾ നടത്തുന്നത് ഇറാൻ നിരസിച്ചെങ്കിലും ഒമാൻ വഴി പരോക്ഷ ചർച്ചകൾക്ക് ഇപ്പോഴും സാധ്യത തുറന്നു കിടക്കുകയാണ്. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ പറയുന്നത്. എന്തു വില കൊടുത്തും ഇറാന്റെ ആണവ പദ്ധതികളെ തങ്ങൾ നിയന്ത്രിക്കുമെന്ന് അമേരിക്കയും പറയുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന സ്ഥിതിയാണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത് ലോക എണ്ണ വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും.